ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 2020 at 2025. ഞാൻ പാർവതി. അഗെയിൻ രേഷ്മ പി തങ്കച്ചൻ ഒരു രക്ഷയില്ല. ഒരു പുതിയ ഇന്റർവ്യൂ കണ്ടു, കണ്ണിൽപ്പെട്ടു. അപ്പോൾ അതിനകത്ത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഒരു കുട്ടി വീഡിയോ ആണ്, നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതില് ആങ്കർ ചോദിക്കുന്നത് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കുന്നു? കറക്റ്റ് പൊളി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇങ്ങനെ പലതവണയും വിചാരിച്ചുകൊണ്ട് എങ്ങനെ സാധിക്കുന്നു ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. ശരിക്കും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. എത്ര നാളായല്ലേ? കറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പറയുന്ന വ്യക്തിയുടെ കൊല്ലം സുധിച്ചേട്ടന്റെയും സുധിയുടെ വൈഫായിരുന്ന രേണു സുധിയുടെ സെക്സ് ചാറ്റ് ആണോ അവര് പുറത്ത് വരുത്തിയത് അല്ല വന്നത്? ഓക്കെ, ശരി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കൊല്ലം സുധിയുടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും. ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ. ഇനി എനിക്ക് പറയാനൊന്നുമില്ല. ഇതിനൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയും, എന്താണ് ഈ കൊച്ചി കിടന്ന് പറയുന്നത്, എന്തൊക്കെയാണ് ഈ കിടന്ന് പറയുന്നത്, ഒരു രക്ഷയില്ല. ഈ നിലവാരത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്കിപ്പ്. ഇപ്പൊ നിലവിൽ അദ്ദേഹത്തിനുള്ള ജോലി അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് അതിന്റെ സത്യാവസ്ഥ ഞാൻ സത്യം അറിയാതെ പറയാത്തതാണ്. എന്നോട് ഒരാൾ പറഞ്ഞതാണിത്. കള്ളത്തരം എന്തോ കാണിച്ചിട്ടാണ് അത് ഞാൻ പറയും. കാരണം എന്നെ ഇവിടെ ഒരു മത്സര ബുദ്ധിയാണ് നടക്കുന്നത്. തലേദിവസം വന്നിട്ടിരുന്ന രേഷ്മ പി തങ്കച്ചൻ നമ്മുടെ താജുദ്ദീൻ പത്തനംതിട്ടയ്ക്കെതിരെ പറയുമ്പം അദ്ദേഹത്തിന്റെ ജോലി അപമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജോലി പോകുന്ന രീതിക്ക് ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതിന് കറക്റ്റ് മറുപടി ആയിട്ട് പുള്ളി ഒരു വേറൊരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കൊല്ലം സുധിയുടെ കംപ്ലീറ്റ് ജീവചരിത്രവും പിന്നെ എല്ലാം അമ്മയും സഹോദരനും കാണാനുള്ളവർ അവർ കാർ വിട്ടു തരാം, കോട്ടയത്തേക്ക് ചെല്ലാനായിട്ട് ഞങ്ങളെ വിളിച്ചു പറയും. അപ്പം ആദ്യമേ നമ്മളെ സുഹൃത്തുക്കളെന്ന നിലയിൽ വിളിച്ചു. പിന്നെ മാസ്കിന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ വിളിച്ചു. അതൊരു കലാകാരനോട് ഈശ്വര, ഇപ്പൊ രേഷ്മ കൊച്ചിനെ പിടിച്ച് കടിക്കുവോ? അതിനകത്ത് നമ്മുടെ ആങ്കർ ചോദിക്കുന്നുണ്ട്. ഒരു കമന്റ് ബോക്സ് കണ്ടിരുന്നു, സുധിച്ചേട്ടന്റെ സോൾ അവിടെ ഉണ്ട്, ആത്മാവിന് ശാന്തി കിട്ടിയില്ലെന്ന് പറയുമ്പോഴത്തേക്ക് രേഷ്മ അവർക്ക് ഇങ്ങനെ അറിയാം, എന്റെ കെട്ടിയവന്റെ കാര്യം അവർക്ക് ഇങ്ങനെ അറിയാം. ആ കൊച്ചു പേടിച്ചു പോയെന്ന് തോന്നുന്നു, അതിനെ പിടിച്ച് കടിക്കുമെന്ന് തോന്നുന്നു. എന്റെ തന്തയാണോ താജുദ്ദീൻ? അല്ലല്ലോ, താജുദ്ദീൻ തന്തയൊന്നും ഒരു ചിരിയോടല്ലാതെ ഈ വീഡിയോ കാണാൻ പറ്റില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമുക്കറിയാം, വീഡിയോ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഒരു ബുദ്ധിയും ബോധവും ഇല്ല. അയാൾ എന്ത് പറയും എല്ലാം പൊട്ട ഇതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇതില് താജുദ്ദീൻ പത്തനംതിട്ടയില് സ്വന്തമായിട്ട് തന്തയാക്കുന്നുണ്ട്. അതിന് പുള്ളി ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. എന്റെ തന്തയാണോ എന്നാണേലും രേണുസുധിയുടെ തന്ത, അച്ഛൻ, പിതാവ് തങ്കച്ചനാണെന്ന് നമുക്കെല്ലാം ഉറപ്പാണ്. നമ്മൾ പലതവണ കണ്ടതാ. മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല. അപ്പൊ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രഷർക്ക് ഒരു സംശയമില്ല. രേണു തങ്കച്ച എന്റെ തന്തയാണോ? എന്താണ് നാഗവല്ലിയോ? ശോഭനയുടെ ക്യാരക്ടറൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. ആവേശം. എനിക്ക് റിയാക്ട് ചെയ്യണം. എനിക്ക് 2-10 പറയണമെന്ന് പറഞ്ഞോണ്ടാണ് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ ഞാൻ തിരിക്കുന്നത്. ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞോണ്ട് എന്തുവാണ് കഷ്ടം. ഇതിലെനിക്ക് കിച്ചുവിനോട് പറയാനുള്ളത്, ഇപ്പം ഈ വിഷയമായിട്ട് ആരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടോ അവരെല്ലാം അവരവരുടേതായ വെളിപ്പെടുത്തലുമായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ വന്നവരെല്ലാം നമ്മുടെ കൊല്ലം സുധി ഊക്കി വിടുവാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ ദൈവത്തെ ഓർത്ത് എന്റെ പൊന്നു കുഞ്ഞെ കിച്ചു, നിനക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ ഫോഴ്സ് വന്നാലും നീ ദൈവത്തെ ഓർത്ത് ഈ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടോട്ട് വരാതിരിക്കുവാണെങ്കിൽ നിന്റെ അച്ഛന്റെ മാനം അത്രയും കൂടി നിലനിൽക്കുമെന്നാണ് എനിക്കിപ്പോ തോന്നിയിട്ടുള്ളത്. നീയും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ കംപ്ലീറ്റ് ഇമേജും പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അതിന്റെ കാരണക്കാര് വേറെ ആരുമല്ല, നിന്റെ ഇപ്പോഴത്തെ അമ്മ. 1ാമത്തെ 2ാമത്തെ 3ാമത്തെ എത്രാമത്തെ അറിയത്തില്ല, കുറെ പറയുന്നു, നമ്പേഴ്സ് കുറെ ഉണ്ട്. രേണുസുധിയാണ് ഇതിന് പ്രധാനമായിട്ട് തിരികൊളുത്തിയത്. എന്നാണെങ്കിലും ഐശ്വര്യമുണ്ട്. പുള്ളി ഇത്ര വർഷമായിട്ട് കൊണ്ടു നടന്ന രഹസ്യങ്ങൾ മൊത്തം ഇപ്പം തുറന്ന പുസ്തകം പോലെ ആയിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്, ഷെയർ എല്ലാം ചെയ്യുക. അപ്പം ഇനി വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.